അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള ശ്രോതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മദ്രസകളിൽ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന 5ാം ക്ലാസ്സിലെ പുസ്തകമാണ്. ഏതാണ് പുസ്തകം? ഇത് അഖീദ എന്ന പുസ്തകമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. 5ാം ക്ലാസ്സിലെ അഖീദ എന്ന പുസ്തകം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന്. ഓക്കെ, ഒന്നാമത്തെ പാഠം നോക്കാം. ഇത് അറബി മലയാളത്തിലാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അറബി മലയാളം എന്ന് പറഞ്ഞാൽ ഭാഷ മലയാളമായിരിക്കും, പക്ഷേ അത് എഴുതിയത് അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിനാണല്ലോ അറബി മലയാളം എന്ന് പറയുക. നമ്മളെ മംഗ്ലീഷ് പോലെ, ഉറുദുവിനെ പോലെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് അറബി മലയാളത്തിലാണ്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. പാഠം 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ടേ, പാഠം 1. എന്താണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. എന്താ പറയുന്നത് നോക്കാം. ബിസ്മില്ലാ. ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു ഭംഗി! അവയെല്ലാം ചെറുതാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും അല്ലേ? നമ്മളിവിടെ നോക്കുമ്പോൾ ചെറിയ മിന്നിത്തിളങ്ങുന്ന ഒരു പൊട്ടുമാർക്ക് നമുക്ക് തോന്നും, പക്ഷെ അതൊക്കെ എത്രയോ വലിയ 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 ഭീമാകാരമായ നക്ഷത്രങ്ങളാണ്, ഗോളങ്ങളാണ്. പിന്നെന്താ അതിങ്ങനെ ചെറുതായി തോന്നാൻ കാരണം? അത് അത്രയും അകലെയാണ് നിലകൊള്ളുന്നത്. കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്താണ് അത് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് അത് ചെറുതായി തോന്നാൻ കാരണം. നോക്കുക, കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. യാസിൻ സൂറത്തിലെ 40-ാമത്തെ ആയത്താണത്. ഇനി, വാഹനങ്ങൾ ഒഴുകി നടക്കുന്ന സുന്ദരമായ റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതകൾ സമുദ്രത്തിലുണ്ട്. വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ വ്യോമയാന മാർഗങ്ങളും മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നു. ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെ നിരന്തരം നിരീക്ഷണം നടത്തിയിട്ടും കപ്പലുകൾ കൂട്ടിമുട്ടുന്നു, വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നു, റോഡ് അപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്നു അല്ലേ? സർവശക്തനായ അല്ലാഹു തആല നിശ്ചയിച്ച സഞ്ചാരപാതയിലൂടെ നീന്തി തുടിക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ മാത്രം ഒരു അപകടത്തിലും പെടുന്നില്ല. എന്തുകൊണ്ട്? സർവജ്ഞനായ അല്ലാഹുവിൻ്റെ നിയന്ത്രണം കൊണ്ട് ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു എത്ര ഉന്നതൻ! അതെ, വളരെ ഉന്നതനാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനക യാ റബ്ബ്. അപ്പം നമ്മുടെ ഈ ആധുനിക ലോകത്ത് നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ പലപ്പോഴും തട്ടാറുമുട്ടാറുമുണ്ട് അല്ലേ? എത്രയോ റോഡ് അപകടങ്ങൾ, വാഹന അപകടങ്ങൾ, ആക്സിഡൻറ്റുകൾ നമ്മൾ നിത്യേന കേൾക്കുന്നതാണ്. പക്ഷേ അള്ളാഹു നിയന്ത്രിക്കുന്ന ആ ഗോളങ്ങൾ അതൊരിക്കലും പരസ്പരം തട്ടുന്നില്ല, മുട്ടുന്നില്ല. അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നില്ല അല്ലേ? ബുധനും ശുക്രനും ചൊവ്വയും ഒന്നും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഇതൊക്കെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. നമ്മളെ വണ്ടി നിയന്ത്രിക്കുന്നത് നമ്മളാണ്, മറ്റേ അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അള്ളാഹു നിയന്ത്രിക്കുന്നത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അപകടങ്ങൾ സംഭവിക്കുന്നില്ല എന്നർത്ഥം. പിന്നെന്താ പറയുന്നത് നോക്കാം. ഇവിടെ പിന്നെ അള്ളാഹുവിന് ചില കഴിവുകൾ വീണ്ടും പറയുകയാണ്. എന്താ പറയുന്നത്? ബിസ്മില്ലാ. നാം ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ പല്ലുകൾ ഇല്ല അല്ലേ? ചെറിയ കുട്ടികൾക്കും പല്ലില്ല. പിന്നീട് അത് മുളക്കുന്നു, ശരിയല്ലേ? നിശ്ചിത വലിപ്പമായാൽ വളർച്ച നിൽക്കുന്നു അല്ലേ? നമ്മുടെ പല്ല് വളർന്നുകൊണ്ടേയിരിക്കുകയാണോ?
അങ്ങനെയാണെങ്കിൽ ഏതുപോലെയാവും? ആനൻ്റെ കൊമ്പ് ആയിരിക്കും അല്ലേ? ആനയുടെ കൊമ്പ് സത്യത്തിലൊരു പല്ലാണത് അല്ലേ? ആനയുടെ പല്ലിങ്ങനെ നീണ്ടു വന്നതാണ്. അപ്പോൾ അതുപോലെയാവും നമ്മുടെ പല്ലും, അതുപോലെ നീളുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ നീളുന്നില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ആ വളർച്ച നിൽക്കുന്നു. ഇതാരാണ് നിയന്ത്രിക്കുന്നത്? അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒന്നാലോചിച്ച് നോക്കൂ. അപ്പൊ ആനന്റെ അള്ളാഹു നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്. അല്ല, ആനൻ്റെ അങ്ങനെയാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അല്ലേ? ആനക്കത് വേണം, ആ കൊമ്പ് വേണം അതിനെല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. അപ്പം അതങ്ങനെ കൊടുത്തു. ഇവിടെ എങ്ങനെയും കൊടുത്തു. ചെറിയ വായിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ പല്ലുകൾ ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. അതായത് വളരുകയാണെങ്കിൽ, പല്ലിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ പിന്നെ അതായിരിക്കും അതിൻ്റെ അവസ്ഥ. അത് നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. ഇത്ര ശാസ്ത്രീയമായി കാര്യങ്ങൾ സംവിധാനിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ്? സർവശക്തനായ അള്ളാഹു തന്നെ. ഇവിടെ ഇപ്പോൾ നമ്മളൊരു പല്ലിൻ്റെ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന സൂര്യനില്ലേ, അത് നമ്മോട് അടുത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നാമൊക്കെ കത്തിച്ചാമ്പലാകുമായിരുന്നു. സൂര്യൻ ഇന്ന് ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? ഏകദേശം 15 കോടിയോളം കിലോമീറ്റർ അകലെയാണ് അല്ലേ? അത് കുറച്ചൊന്നും ഇങ്ങോട്ട് താഴേക്ക് വന്നാൽ 15 കോടി 14 കോടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് കത്തിച്ചാമ്പലാവും അതിനെ. ഇനി നിലവിലുള്ളതിനേക്കാൾ വളരെ മുകളിലാണെങ്കിലോ നാമൊക്കെ തണുത്ത് വിറങ്ങലിച്ച് പോകും അല്ലേ? 15 കോടി 16 17 കോടി അങ്ങോട്ട് പോവുകയാണെങ്കിലോ അപ്പോഴൊക്കെ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും, ഐസായിരിക്കും. അത് രണ്ടും സംഭവിക്കില്ല. അപ്പം കറക്റ്റ് പോയിന്റിലാണ് എന്തിനെ സ്ഥാപിച്ചിരിക്കുന്നത്? ആ സൂര്യനെ അവിടെ അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഇത്രയും കൃത്യവും വ്യക്തവും ഭദ്രവുമായ സർവ്വഗോളങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് അങ്ങേ അറ്റത്തെ വിനയം പ്രകടിപ്പിക്കാം. സുബ്ഹാനല്ലാഹ് എന്ന് പറയാം ഇടയ്ക്കിടയ്ക്ക്. നിസ്കാരത്തിലെ സുജൂദിൽ നാം ചൊല്ലുന്ന ദിക്ർ എത്ര അർത്ഥവത്താണ്! സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. നിസ്കാരത്തിൽ മാത്രമല്ല എപ്പോഴും ചൊല്ലാം. അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകൾ, അള്ളാഹുവിൻ്റെ കഴിവുകൾ നാം കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നാം അപ്പോഴൊക്കെ ചൊല്ലേണ്ടതാകുന്നു ഈ ദിക്ർ. ഏത്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അള്ളാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര ഉന്നതനാണ്, നീ എത്ര ഉത്കൃഷ്ടനാണ് എന്നല്ലേ? അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുഴുവനിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ കഴിവൊന്നും പറഞ്ഞാൽ നമ്മോട് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. അത്രമാത്രം കഴിവുള്ളവനാണ് ആര്? അള്ളാഹു. അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് വളരെ കുറഞ്ഞ അറിവുള്ളൂ. നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എത്ര ഗൂഢരഹസ്യങ്ങളുണ്ട്, അതൊന്നും നമുക്കറിയില്ല. നമുക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കാം. താല്പര്യമുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.